84-ലൊക്കെ ഞാൻ 84 നിങ്ങൾ എവിടെ സ്കൂള് കഴിഞ്ഞിട്ടുള്ള ഒരു 84 ഞാൻ ജനിക്കുന്നത് കേട്ടോ. ആ സമയത്തിന്റെ സ്കൂൾ കഴിഞ്ഞിട്ട് സ്കൂൾ കാലഘട്ടം. അപ്പോൾ ഈ 84-ലൊക്കെ ഹൈസ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ഒരു പരിപാടികൾ എന്തൊക്കെയാണ് നിങ്ങൾ? അന്ന് പരിപാടി പറഞ്ഞാല് അന്ന് മഞ്ചേരി എത്തിങ്ങാന ഹൈസ്കൂളൊന്നും ഇല്ല. ഇവിടുന്ന് ഇവിടുന്ന് നടന്നു പോകണം. അന്ന് ഈ ബസ് കയറുന്ന പരിപാടി ബസ് കുറച്ചല്ലേ ഉള്ളൂ. ബസ് കയറുന്ന പരിപാടിയൊക്കെ വളരെ ദുർലഭമാണ്. എന്ന് വെച്ചാൽ പിന്നെ എപ്പോഴെങ്കിലും പിന്നെ സമയം വഴുകി ഇന്ന് ഷിഫ്റ്റ് സമ്പ്രദായമാണ്. രാവിലെ എത്തണം, 1:30 ആകുമ്പോഴത്തേന് സ്കൂള് വിടും. അപ്പൊ രാവിലെ 84-ലാണ് നിങ്ങൾ SSLC കഴിയുന്നത് അല്ലേ? 84-85 കാലഘട്ടമാണ്. അപ്പൊ അന്നത്തെ ഈ ചെക്കന്മാരെ ഒരു മൊത്തത്തില് ആ ഒരു പ്രായത്തിലല്ലേ, നിങ്ങളെ പ്രായത്തിലുള്ള പയ്യന്മാരൊക്കെ ഒരു ദിനചര്യകളൊക്കെ എങ്ങനെയാണ്? നേരെ വീട്ടിലേക്ക് പോകും. സ്കൂൾ വിട്ടാല് വീട്ടിലേക്ക് പോകുന്നവരുണ്ട്, പോകാത്തവരുണ്ട്. അതായത് കളി, അതായത് ഫുട്ബോൾ. എന്ത് കളിയൊക്കെയാണ് ഉണ്ടായത്? കളിയായിട്ടുള്ള ഫുട്ബോൾ കളി. അതായത് ഫുട്ബോൾ കളിക്കുക, അതുപോലെ അതാണ് കൂടുതലുണ്ടാവുന്നത്. നമ്മളിവിടെ പാടങ്ങളാണ്, അവിടെ ചുറ്റും ഈ ബൈപ്പാസുകളൊന്നും ഇല്ല. അന്ന് ഈ പാടത്തൊക്കെ മഞ്ചേരി ടൗൺ എന്ന് പറഞ്ഞാല് മഞ്ചേരിയിലെ ഇന്നത്തെ പഴയ സ്റ്റാൻഡ്, അതാണ് സെന്റർ. ഞാൻ കാണുന്നത് സ്റ്റാൻഡ് ഇപ്പൊ പൊളിച്ചു. ഞാൻ കാണുന്നത് പഴയ സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡിൽ ആ റാക്കിൽ ഒരു 5-6 ബസ് ഈ സൈഡിനും 5-6 ബസ് ആ സൈഡിനും നിർത്തും. ബസ്സുകളൊക്കെ ഉണ്ടല്ലോ, 5-6 ബസ് അങ്ങനെ നിർത്തും. പിന്നല്ല ബസ്സുകളൊക്കെ നിർത്തല് പറഞ്ഞാല് ഇന്ന് അപ്പോളോ ജ്വല്ലറി ഉണ്ടല്ലോ അന്നത്തെ. ഇന്ന് അപ്പോളോ ജ്വല്ലറിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോ കരുവാരക്കുണ്ട്, കാളികാവ്, പാണ്ടിക്കാട് ഭാഗത്തേക്ക് പോണ ബസ്സുകളൊക്കെ ആ ഭാഗത്തെ നിർത്ത്. അതായത് അവിടെ അങ്ങനെ 2 ബസ് നിർത്താനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ ആളുകളൊക്കെ സ്റ്റാൻഡിന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം അങ്ങനെ വന്ന് നിർത്തും. അങ്ങനെ ആണ്. അത് കൂടുതൽ തിരക്കായിട്ടൊന്നും തോന്നൂല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ ഈ കുട്ടികളൊക്കെ എന്തെങ്കിലും ഇന്നത്തെ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. അതായത് അന്ന് ഇന്നത്തെ പോലെ അല്ലല്ലോ, അഡ്വാൻസ്ഡ് അല്ലല്ലോ. അന്ന് വളരെ എന്റർടൈൻമെന്റോ കാര്യങ്ങളൊന്നും അല്ലേ അന്ന് ആളുകൾക്ക് ആസ്വദിക്കാനൊന്നും പ്രത്യേകിച്ച് ഇന്നത്തെ പോലെ ഇന്റർനെറ്റോ മൊബൈലോ ഓൺലൈനോ പരിപാടികളൊന്നും ഇല്ല, അതൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും അന്ന് ഞാൻ കാണുന്ന സൗഹൃദം ഇന്നും നിലനിൽക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇന്നും ഞാൻ കാണുന്നുണ്ട് അന്നത്തെ സുഹൃത്ത്. അതിലിപ്പോ നമ്മള് തലാഫുൽ മജീദ്, അതുപോലെ പിന്നെ ബ്രൂസിലി മുസ്തഫ, നമ്മളെ യൂസഫ് അലി, നമ്മളെ അല്ലാതെ യൂസഫ് അലി കച്ചവടം ചെയ്യുന്ന യൂസഫ് അലി, പിന്നെ അതേമാതിരി ഒരുപാട് ആളുകൾ, നമ്മളെ തൊട്ടടുത്തിൻ്റെ ആളുകളൊക്കെ ഞാൻ പറഞ്ഞത്, ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ പഠിച്ച ആളുകൾ ഇന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചുറ്റിക്കളിക്കൊക്കെ പോകുന്നു, വീട്ടുകാരെ അറിയാതെ ടൂർ പോവുക, ഉത്സവങ്ങൾക്ക് പോവാ, അങ്ങനത്തെ പിന്നെ പള്ളി പെരുന്നാളിന് പോവാ, അങ്ങനത്തെ പരിപാടി പറഞ്ഞാല് ഒന്ന് വീട്ടിലെ വലിയ ആളാണ്. കുറച്ച് ഉത്തരവാദിത്തം നല്ലൊരു സ്വാഭാവികമായിട്ട് തോന്നുകയാണ് ഉത്തരവാദിത്തം ഉണ്ടെന്ന്. പിന്നെയാണ് ഈ ബാപ്പ ഒരു ടൈലറായിരുന്നു. നമ്മളെ ചെറിയ ഈ പള്ളിയിൽ നിന്ന് ബാപ്പു ചായ കച്ചവടം ചെയ്യുന്ന ആ സ്ഥലത്ത് നിന്ന് അന്ന് ടൈലറായിരുന്നു ബാപ്പ. അപ്പൊ അന്ന് ജീവിതം എന്ന് പറഞ്ഞാല് ബാപ്പാന്റെ കൈ കൊണ്ട് കിട്ടിയിട്ട് വേണ്ടേ. അപ്പോ നമ്മക്കെല്ലാം അറിയാം ഒരു ബഡ്ജറ്റ്, നമ്മളെ ജീവിത ബഡ്ജറ്റ് എങ്ങനെയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മള് അന്ന് എല്ലാം ചെയ്യുള്ളൂ. അതായത് വാപ്പാൻ സ്വാഭാവികമായിട്ടും വാപ്പാന്റെ കയ്യിലൂടെ കിട്ടിയിട്ട് വേണം. അപ്പൊ നമുക്ക് ഒരു ടൂറ് പോകണമെങ്കിൽ വാപ്പാനോട് ചോദിക്കാൻ പറ്റൂല. അതായത് സാമ്പത്തികമായിട്ട് വീട്ടിലത്തെ കാര്യത്തിന് തന്നെ പ്രയാസീകാരം. അപ്പോൾ പിന്നെ വലിയ മകനാണ് ഞാൻ. അപ്പോൾ അതുപോലെ ഒരു ഫുട്ബോൾ കളിക്ക് പോവുകയും മറ്റുള്ളതിനൊക്കെ പോവുകയാണെങ്കിൽ വാപ്പാക്ക് ഒരു നോട്ടം, പ്രത്യേക ഒരു നോട്ടമുണ്ട്. അത് ഒന്നുമല്ല, എന്തെങ്കിലും അപകടമാവോ, എന്തെങ്കിലും പറ്റുമോ, അവർക്ക് പറ്റുമോ, ഇത് കരുതിയിട്ടാണ്. അത് വലിയ മകനായതുകൊണ്ട്. എന്നാലും എൻ്റെ അനിയന്മാർക്കൊന്നും ആ കെയർ കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ അവരെ തുറന്നു വിട്ടതുപോലെ എനിക്ക് തോന്നിയിരുന്നത്. അപ്പൊ എനിക്കിങ്ങനെ തോന്നലുണ്ട്. ഞാൻ തന്നെ ചിലപ്പം ബാപ്പനോട് പറയും, അപ്പൊ ഇങ്ങനെ എന്നോട് ഉപ്പാന്ന് വിളിക്കല്, എനിക്ക് നിങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യം തന്നില്ല, പിന്നെ അന്ന് നിങ്ങൾ എന്നെ ആ ഫുട്ബോളിന് കാണാൻ പോവാന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പോകണ്ടെന്ന് പറയും. അത് നിങ്ങളെല്ലാം ഇന്നിങ്ങനെ ചെറിയ വിലക്കുമാരി തോന്നിയിരുന്നു, എന്നാലും നിങ്ങൾ വിലക്കിയിട്ടില്ല. പക്ഷെ അന്ന് അങ്ങനെയായിരുന്നു ഫുട്ബോള് കളി, ഇതുപോലെയായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക്
എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണ്. ഫുഡ് കഴിക്കാനൊക്കെ പോകും അങ്ങനെ രാത്രികളിലോ കൂട്ടുകാരെ കൂടെ അങ്ങനെ? ഇല്ല ഫുഡ് അന്ന് ഇവിടെ ഹോട്ടലുകളൊക്കെ കുറെ ഉണ്ടോ? ഹോട്ടലുകൾ കുറവാണ്. ഇല്ല അന്ന് ഫർസ പേരിലില്ല, അത് ചെറിയൊരു ഹോട്ടലാണ്. ഫർസ പേരിലില്ല അന്ന്. ഫർസന്റെ സ്ഥലത്തിന് ഹോട്ടലുണ്ട്, പേരൊന്നുമില്ല, ചെറിയൊരു ഹോട്ടലാണ്. അവർ തന്നെയാണ് അവരെ വാപ്പയ്ക്ക് നടത്തിയിരുന്നത്. അന്ന് പിന്നെ ഫർസിന്ന് ഭക്ഷണം കഴിക്കും. അന്ന് ഫർസ് അല്ല കേട്ടോ, അന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കും. കാരണം വെച്ചാൽ അന്ന് ഞാൻ ദർസക്ക് പോയിരുന്നു മഞ്ചേരി സെൻട്രൽ പള്ളിയിൽ ദർസ് ഉണ്ടായിരുന്നു. ചായക്ക് അന്ന് 25 പൈസ ആയത് എനിക്ക് ഓർമ്മയുണ്ട്. 10 പൈസ പൊറോട്ട അങ്ങനെയൊക്കെ ആയത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം വെച്ചാൽ അന്ന് ഞാൻ ഈ പൊറോട്ടൻ്റെ വില പറയാൻ കാരണം എന്ന് വെച്ചാൽ അന്ന് ദർസക്ക് പോയിരുന്നു. സ്കൂൾ വിട്ടതിന് ശേഷം വീട്ടിൽ നിന്ന് ഇന്ന് 10 രൂപ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് 10 രൂപ. അതായത് അത്രയും വലിയൊരു മൂല്യം വ്യത്യാസം സംഭവിച്ചു. അന്ന് ദർസക്ക് പോയത് വാപ്പാന്റെ വക ഒരു ചായയും ഒരു പൊറാട്ടയും ആ ഹോട്ടലിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ. എൻ്റെ മകൻ ദർസക്ക് വരും, അപ്പോൾ ദർസ വിട്ട് വരുമ്പോൾ ചായയും ഒരു പൊറാട്ടയും കൊടുക്കണം, അല്ലെങ്കിൽ ദർസക്ക് പോകുമ്പോൾ ചായയും പൊറാട്ടയും കൊടുക്കണം, കാശ് ഞാൻ തരാമെന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ പൊറാട്ടയും അതേ പൊറാട്ടയ്ക്ക് പെയിന്റ് അടിച്ചറിയുമ്പോൾ കുറച്ച് കറി വാങ്ങിയത്, ഒരു പൊറാട്ടയും കുറച്ച് പെയിന്റും. പൊറോട്ട ഒന്നേ ഉണ്ട്. അന്ന് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ അന്നിങ്ങനെ ഈ ചെറിയ അലമാര ഉണ്ടാവും, പുറത്തേക്ക് വെക്കും. അതിലിങ്ങനെ നല്ല നല്ല പഴംപൊരി ആയിട്ടും മടക്കായിട്ടും ഈ ഉണ്ട ഇങ്ങനത്തെ കടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ നല്ല കാണുമ്പോൾ തന്നെ അവിടേക്ക് പോകാനൊരു ആകർഷണീയതയാണ്, അത് പോകാൻ തോന്നുന്നത്. അന്ന് ഈ ദർശക്ക് പോകുന്നതിലേറെ കിട്ടണം നമുക്ക് പൊറാട്ടയും ചായ കിട്ടും വിചാരിച്ചിട്ട് ദർശക്ക് തന്നെ പോകുന്നത്. ഇതുണ്ടാവും. അപ്പൊ അങ്ങനെ ദർശക്ക് പോകുന്ന അന്നൊരു വലിയൊരു അനുഭവമായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ മെയിനായിട്ടുള്ള ഹോബി എന്ന് പറഞ്ഞാല് എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായി. പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞത് അത് മാപ്പിളപ്പാട്ടിനാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. എന്നാലും മറ്റുള്ള പാട്ടിനും എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അന്ന് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും റേഡിയോ ഞാൻ സ്ഥിരമായിട്ട് കേട്ടിരുന്നു. വയലും വീടും അതുപോലെ. അന്നത്തെ പാട്ടുകൾ അന്ന് കൂടുതലും സിനിമാ ഗാനങ്ങളൊക്കെ ആകുമ്പോ അന്ന് ശരിക്കും സിനിമാ ഗാനങ്ങളാണ് അന്നത്തെ കൂടുതലും കേൾക്കാതെ. ഓരോ സമയത്ത് എനിക്കറിയുന്ന സമയങ്ങളൊക്കെ 8:35 ഭക്തിഗാനം, രാവിലെ 8:35 ഭക്തിഗാനം ഉണ്ടാവും എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. അതുപോലെ വയലും വീടും കഴിഞ്ഞാൽ ഒരു ഗാനം, ഒരു ചലച്ചിത്ര ഗാനങ്ങളുണ്ട്. അതിൽ കൂടുതൽ ജയചന്ദ്രന് അതുപോലെ യേശുദാസൊക്കെയാണ് പാട്ട് പാടുന്നത്. അപ്പൊ ഒരുപാട് ഗാനങ്ങളുണ്ട്. അതില് എനിക്കിപ്പോ അനുരാഗാനം പോലെ ഈ ഗാനം ജയചന്ദ്രന്റെ ഗാനം. അപ്പൊ ഈ ഗാനം ഇതുപോലത്തെ ഒരുപാട് ഗാനങ്ങൾ ഗാനം പോലെ അതിന് ഫുള്ളായിട്ട് ലിറിക്സ് കിട്ടുന്നില്ല. പക്ഷെ അത് മനസ്സിലുണ്ട് ചില സമയങ്ങൾ.